നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി, എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്കിന്റെ ഹർജി നൽകിയത് കർണാടക ഹൈക്കോടതിയിൽ. എക്സാലോജിക്കിനെതിരെ അന്വേഷണം തടയണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ROCയുടെ ഉൾപ്പെടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SFIയുടെ ഈ അന്വേഷണത്തിന് ശുപാർശ വന്നത്. അത്തരത്തിലൊരു അന്വേഷണം ആരംഭിച്ചതും അത് CMRL പിന്നീട് ഇപ്പോൾ KSIDC വരെ എത്തി നിൽക്കുന്ന അന്വേഷണത്തിൽ എക്സാലോജിക്കിന്റെ പ്രതിരോധം എന്താണ്? ഈ അന്വേഷണത്തിൽ ഒന്നും ഭയക്കാനില്ല അല്ലെങ്കിൽ ഒന്നും പേടിക്കാനില്ലെന്ന് CPM നേതാക്കളൊക്കെ എക്സാലോജിക്കിന് വേണ്ടി പറയുമ്പോൾ എന്തിനാണ് ഈ ഒരു തടസ്സ ഹർജി? ഗോകുൽ, ഈ മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട SFIO അന്വേഷണത്തിൽ കുരുക്ക് മുറുകുന്നതിനിടെയാണ് എക്സാലോജിക്ക ഇപ്പോൾ ഹർജിയുമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എക്സാലോജിക്കിനെതിരായിട്ടുള്ള അന്വേഷണം തടയണമെന്നതാണ് പ്രധാനമായും ഈ ഹർജിയിലെ ആവശ്യം. മാത്രമല്ല, കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് ഇതിൽ എതിർകക്ഷികളായി വരുന്നത്. KSIDC കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു സമാന ഹർജി സമർപ്പിച്ചിരുന്നു. അതിലും അന്വേഷണം SFIO അന്വേഷണം തടയണം, സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആ ഹർജി. പക്ഷേ കോടതിയിൽ KSIDCക്ക് ഒരു തിരിച്ചടിയാണ് നേരിട്ടത്. കാരണം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പേടിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്നുള്ളൊരു നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് SFIO പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ തന്നെ എക്സാലോജിക്ക ഹർജി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി അന്വേഷണം നടത്തുകയും പിന്നീട് വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബംഗളൂരു ROCയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ഈ ROC അന്വേഷണം നടത്തുകയും ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിൽ ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SFIOക്ക് അന്വേഷണം കൈമാറുന്നത്. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഓഫീസിൽ SFIO പരിശോധന നടത്തുന്നത്. ആദ്യം ആലുവയിലെ CMRL കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടത്തിയത്. പിന്നാലെ തിരുവനന്തപുരം KSIDC ഓഫീസിലും പരിശോധന നടത്തി. നിരവധി രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2012-13 കാലഘട്ടത്തിലെ അക്കൗണ്ട് ബുക്ക്, ഓഡിറ്റ് രേഖകൾ അടക്കമാണ് പ്രധാനമായും അന്ന് പരിശോധിച്ചത്. ഈ CMRLലും ഒപ്പം KSIDCയിലും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളടക്കം SFIO പരിശോധിച്ച് വരികയാണ്. ഇതിന് പിന്നാലെയാണ് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ വിജയൻ എക്സാലോജിക് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോയാൽ അത് സർക്കാരിനും CPMനും വലിയ തിരിച്ചടിയാകും. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം തടയാൻ കഴിയുമോ എന്നുള്ള നിയമപരമായ ഒരു പോംവഴി കൂടി ഇപ്പോൾ എക്സാലോജിക്ക ആലോചിക്കുന്നത്. കാരണം ഈ വിവാദം ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ ഒരു പ്രതിരോധമാണ് CPM ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയപരമായി ആക്രമിക്കാനുള്ള ഒരു ശ്രമമാണെന്നുള്ള ഒറ്റ പ്രതിരോധമായിരുന്നു എല്ലാ ഘട്ടത്തിലും CPIM സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ അന്വേഷണം SFIOക്ക് എത്തിയതോടുകൂടിയാണ് ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം കൂടുതൽ ഒരു കുരുക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം അറസ്റ്റ് ചെയ്യാനും പ്രോസിക്യൂട്ട് ചെയ്യാനും അടക്കം അധികാരമുള്ള ഒരു ഏജൻസി കൂടിയാണ് SFIO. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വീണ വിജയന് നോട്ടീസ് നൽകുകയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. എക്സാലോജിക്ക കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ KSIDCയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ഹർജിയിൽ വലിയ തിരിച്ചടി നേരിടുന്നു. ഇനിയുള്ള ഒരു പോംവഴിയാണ് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്ക് തന്നെ സമീപിക്കുക എന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ AK ബാലന്റെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് AK ബാലൻ. കേസിൽ നീതിയുക്തമായ അന്വേഷണം നടന്നാൽ കുടുങ്ങാൻ പോകുന്നത് UDF നേതാക്കളായിരിക്കും. ഇതിലും വലിയ കുരുക്കുണ്ടാക്കി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും AK ബാലൻ പറഞ്ഞു. ഇതിനേക്കാളും വലിയ ആശങ്കകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനെല്ലാം ധൈര്യപൂർവം അതിജീവിച്ച ഒരു പാർട്ടിയും ഒരു നേതാവും ഒരു ഗവൺമെൻറ്റുമാണ് ഇവിടെ ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. യാതൊരു സംശയവും വേണ്ട, നീതിപൂർവം അന്വേഷണം നടന്നാൽ SFIO അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയാൽ ജയിലിൽ പോകേണ്ടി വരിക UDFൻ്റെ നേതാക്കളായിരിക്കും.
MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, നേരത്തെ ഈ ROC റിപ്പോർട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഈ SFI അന്വേഷണം അതിന് അനുമതി വരുമ്പോൾ SFIയുടെ അന്വേഷണം ആരംഭിച്ച ശേഷമൊക്കെ CPM നേതാക്കൾ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, ഒരു പ്രശ്നവുമില്ല, ഒന്നും ഒളിച്ചു വെക്കാനോ പേടിക്കാനോ ഇല്ല എന്നാണ്. ഈ ഘട്ടത്തിലും ഇപ്പോൾ ഈ അന്വേഷണത്തെ എതിർത്തുകൊണ്ടൊരു ഹർജി സമർപ്പിക്കുന്ന ഘട്ടത്തിൽ എക്സാലോജിക്കിന് വേണ്ടി പ്രതിരോധം തീർക്കുകയാണ് AK ബാലൻ. രാഷ്ട്രീയമായി ഇത് ഒരു രാഷ്ട്രീയ വേട്ടയാടൽ എന്ന ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് ഇനിയും പ്രതിരോധിച്ചു പോകാമെന്ന ആത്മവിശ്വാസമുണ്ടോ CPM-ന്? ഗോകുൽ, ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിലടക്കം പ്രതിപക്ഷം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഈ ആരോപണങ്ങളെ പേടിക്കുന്നില്ല എങ്കിൽ നിയമപരമായി അല്ലെങ്കിൽ കോടതിയെ സമീപിക്കൂ എന്നുള്ള നിലപാടായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ നിയമപരമായി ഇതിനെ എതിർക്കാനോ അത്തരത്തിലൊരു നടപടികളിലേക്കോ എക്സാലോജിക്കോ അല്ലെങ്കിൽ പാർട്ടിയോ കടന്നിരുന്നില്ല. പക്ഷേ ഈ അന്വേഷണം SFIക്ക് എത്തിയതോടുകൂടിയാണ് ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഈ ROC സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം ചില കണ്ടെത്തലുകൾ ഉണ്ട് എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം CMRLം എക്സാലോജിക്കും തമ്മിലുള്ള ഈ മാസപ്പടി വിവാദത്തിൽ അല്ലെങ്കിൽ അത്തരം ഇടപാടുകൾ സുതാര്യമായിരുന്നില്ല എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SFIക്ക് ഈ അന്വേഷണം കൈമാറിയത്. ഇതിന് പിന്നാലെ ഈ പിടിച്ചെടുത്ത രേഖകളിലടക്കം ഇക്കാര്യങ്ങൾ SFIO പരിശോധിക്കുന്നുണ്ട്. അക്കൗണ്ട് ബുക്ക്, ഓഡിറ്റ് ബുക്ക് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചിരുന്നു. KSIDCയിലെ ഈ ഓഡിറ്റ് ബുക്കിൽ കൂടുതൽ വിശദാംശങ്ങൾ ഹാജരാക്കാൻ KSIDC സമയവും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ട് അടുത്ത തുടർ നടപടികളിലേക്ക് SFIO കടക്കുമെന്ന ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഒന്നെങ്കിൽ നോട്ടീസ് നൽകി വീണ വിജയനിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകാം. അത്തരത്തിലൊരു കടുത്ത നടപടികളിലേക്ക് SFIO പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ അത് വലിയ തരത്തിൽ സർക്കാരിനും പാർട്ടിക്കും അടക്കം വലിയ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇതുവരെ നടത്തിയ പ്രതിരോധങ്ങളെല്ലാം തന്നെ പാളിപ്പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിയമപരമായി തന്നെ പോകാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സമയവും നേരത്തെ AK ബാലൻ അടക്കം പ്രതികരിച്ചത് ഇപ്പോഴും ഇതൊരു രാഷ്ട്രീയ വേട്ട എന്നുള്ള ഒരു പ്രതിരോധം തന്നെയാണ് CPM നേതാക്കൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ഒരു വശത്ത് തുടരുമ്പോൾ നിയമപരമായുള്ള ഒരു പോരാട്ടം കൂടി എക്സാലോജിക്ക് നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയുടെ കൂടി നിലപാട് ഏറെ നിർണായകമായിരിക്കും. ഈ കേരള ഹൈക്കോടതി സ്വീകരിച്ച അതേ നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു നടപടിയാണ് കർണാടക ഹൈക്കോടതി സ്വീകരിക്കുന്നതെങ്കിൽ അത് എക്സാലോജിക്കിന് വലിയ തിരിച്ചടിയാകും. അങ്ങനെയെങ്കിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് SFIO പോകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും തുടർ പരിശോധനകൾ നടത്തുമെന്ന് SFIO അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലടക്കം ഈ തുടർ പരിശോധനകൾക്ക് കൂടി സാധ്യതയുണ്ട്. ആ ഒരു ആശങ്ക കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിയമപരമായ ഈ ഒരു നടപടികളിലേക്ക് എക്സാലോജിക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ SFIOയുടെ അന്വേഷണം ഊർജിതമാകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്ക് അന്വേഷണത്തിനെതിരെ കർണാടകയിലെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ ആവശ്യവുമായി KSIDC കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആ ഹർജി തള്ളുകയാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ CPM നേതൃത്വവും ഈ നടപടികളെ, ഈ ഹർജിയെ ഒക്കെ ഒരു സ്വാഭാവികമായ നടപടി എന്ന നിലയിലാണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ലീഗിന്റെ ആവശ്യം UDFൽ ഉന്നയിച്ചിട്ടുണ്ട്. ചർച്ചകൾ അവസാനിച്ചിട്ടില്ലെന്നും PMA സലാം വ്യക്തമാക്കി. അവസാനിച്ചിട്ടില്ല, അവസാനിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കൂലേ? പിന്നെ വയനാടാണ് ലക്ഷ്യം. അങ്ങനെയൊന്നുമില്ല. 20 സീറ്റിൽ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും മുസ്ലിം ലീഗിനും UDFനും ജയിക്കാം. പിന്നെന്താ പ്രശ്നം? അവതരിപ്പിച്ച് കഴിഞ്ഞല്ലോ, ഇനി രീതി നോക്കിയിട്ട് എന്താ കാര്യം? കേന്ദ്രത്തിനെതിരായ സമരത്തിന് ന്യായമായ കാരണമുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് PMA സലാം. എന്നാൽ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് യോജിച്ചുള്ള സമരത്തിന് തയ്യാറാകാത്തതെന്നും PMA സലാം പറഞ്ഞു. നമുക്ക് സമരം ചെയ്യാം, പക്ഷേ എന്താണ് സംഭവിച്ചത്? കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് എന്ത് കോട്ടം പറ്റി? അതിന് കാരണം എന്താണ്? ഒരു ധവളപത്രം ഇറക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ വിളിച്ച് ഒരു ചർച്ച ചെയ്യാൻ പറഞ്ഞു. അതൊന്നും ഉണ്ടായില്ലല്ലോ. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തില്ല. എന്താണ് അവർക്ക് മറച്ചു വെക്കാനുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കേന്ദ്രത്തിനെതിരായ സമരത്തിന് ന്യായമായ കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ന്യായമല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ സമരത്തിൽ ഇവരുമായി സഹകരിക്കാനുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട്. ഇവർ പറയുന്നതും പൂർണ്ണമായും ന്യായമല്ല.
ഇവരുടെ ചെയ്തികളും ന്യായമല്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. രണ്ടു കൂട്ടരെയും ഞങ്ങൾ എതിർക്കുകയാണ്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഏതായാലും 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വിവരങ്ങൾ കോൺഗ്രസ് ഈ കാര്യത്തിൽ അതൊരു പ്രായോഗികമല്ല ഈ ഘട്ടത്തിലെന്ന ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശമാണ് ലീഗിന് നൽകിയതെന്നാണ്. അപ്പോഴും ഇപ്പോൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷ വെക്കുകയാണോ മുസ്ലിം ലീഗ്? തീർച്ചയായും 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് PMS സലാം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. 3-ാം സീറ്റ് എന്ന ആവശ്യം ഇതിനകം തന്നെ UDF ഉന്നയിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ആ സാധ്യത ഒരു ഘട്ടത്തിലും അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMS സലാം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 3-ാം സീറ്റ് പ്രായോഗികമല്ല എന്ന തരത്തിൽ മുസ്ലിം ലീഗിനെ അക്കാര്യം ധരിപ്പിച്ചു, കോൺഗ്രസ് ധരിപ്പിച്ചു എന്ന തരത്തിലാണ് വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നത്. മുസ്ലിം ലീഗിന് 3-ാം സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത അടഞ്ഞു എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല. സംസ്ഥാനത്ത് മൂന്ന് സീറ്റുകൾ അത് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന നേരത്തെ മുസ്ലിം ലീഗിന്റെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു PMS സലാമിന് മറ്റൊരു പ്രതികരണം ഉണ്ടായത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഡൽഹിയിലെ സമരത്തിലാണ്. അതിൽ കോൺഗ്രസിന്റെ നിലപാട് കടുത്ത വിയോജിപ്പാണ് കോൺഗ്രസ് പ്രകടിപ്പിച്ചതെങ്കിൽ ആ സമീപനമല്ല മുസ്ലിം ലീഗിനുള്ളത് എന്ന് വ്യക്തമാണ് PMS സലാമിന്റെ പ്രതികരണത്തിലൂടെ. അതിൽ അതായത് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തിരുന്നെങ്കിൽ യോജിച്ചുള്ള സമരത്തിന് തയ്യാറാകും, കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിന് ന്യായമായ കാരണമുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി PMS സലാമിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്നോട്ടില്ല, ആ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് PMS സലാം അവകാശപ്പെടുന്നത്. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ വനം മന്ത്രിയുടെ ഇടപെടൽ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. പാപ്പാന്മാരുടെ ലൈസൻസ് റദ്ദാക്കാൻ ശുപാർശ നൽകിയെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ഏതായാലും ആ വിഷയത്തിൽ അടിയന്തര നടപടികളിലേക്ക് കടക്കുകയാണല്ലേ വനംവകുപ്പ്? തീർച്ചയായും ഗൂഗിൾ ഈ ഗുരുവായൂർ ദേവസ്വം ഈ പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വനം വകുപ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ട് ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. വനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കേസുകൾ നിലവിൽ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പാപ്പാന്മാരുടെ ബന്ധപ്പെട്ട പാപ്പാന്മാരുണ്ട്, അവരുടെ ലൈസൻസും റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ദേവസ്വം ചെയർമാൻ VK വിജയൻ മാഷുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഈ 2 പാപ്പാന്മാർ മാത്രമാണ് ഈ ആനകളെ മർദ്ദിക്കുന്നത്, എന്നാൽ പോലും മറ്റു പാപ്പാന്മാർ ഈ മർദ്ദനം നടക്കുന്ന സമയത്ത് അവിടെ മിണ്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഒരു മൗനാനുവാദമായി കണക്കാക്കേണ്ട സാഹചര്യമാണ്. കാരണം ഇത്രയും വലിയ കൊടിയ പീഡനം നടക്കുമ്പോൾ പോലും അവർ അതിനകത്ത് ഇടപെടാനോ അല്ലെങ്കിൽ ആനയെ സംരക്ഷിക്കുന്ന നടപടിയിലേക്കോ പോയില്ല. അതുകൊണ്ട് തന്നെ 6 പേരും ഒരുപോലെ കുറ്റക്കാർ എന്നൊരു നിലപാടാണ് ദേവസ്വം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ വനംവകുപ്പ് മന്ത്രിയുടെ തന്നെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയും ദേവസ്വത്തോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഗൂഗിൾ. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. UPA സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വിവരിക്കുന്ന ധവളപത്രം ലോക്സഭയിൽ വെച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ UPA NDA സർക്കാരുകളെ താരതമ്യം ചെയ്യുന്ന 56 പേജുള്ള ധവളപത്രമാണ് സഭയിൽ വെച്ചത്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. RK സഭാ സമ്മേളനം ഒരു ദിവസം കൂടി നീട്ടി മറ്റൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് NDAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ധവളപത്രത്തിൽ സൂചിപ്പിക്കുന്നത്? ഏറ്റവും വലിയ പ്രതിരോധം ഇപ്പോഴത്തെ 2ാം മോദി സർക്കാരിനെ സംബന്ധിച്ച് ഉള്ളത് ഈ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നയിക്കപ്പെടുന്ന വസ്തുതകളാണ്. ഇതാണ് ഈ ധവളപത്രം ഇറക്കാനായിട്ടുള്ള അടിസ്ഥാന കാരണം. UPA സർക്കാരിന്റെ കാലത്തും NDA സർക്കാരിന്റെ കാലത്തും പണം എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു, നയം എന്തായിരുന്നു, അതിന് അനുവർത്തിച്ച രീതികൾ എന്തായിരുന്നു, അതിന്റെ സുതാര്യത എത്രത്തോളമായിരുന്നു എന്നതെല്ലാം വ്യക്തമാക്കുന്നതാണ് ഈ ധവളപത്രം. അതിൽ കൃത്യമായിട്ട് UPA സർക്കാരിനെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധത്തിൽ നിർത്തുക, അഥവാ കോൺഗ്രസിനെ പ്രതിരോധത്തിൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാന ഘടകം. അതിൽ പറയുന്നത് 2014 രാജ്യത്ത് ഭരണത്തിൽ എത്തുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥ അത് പ്രതിസന്ധിയിലായിരുന്നു എന്ന വാദം
ഈ ധവളപത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുണ്ടായിരുന്നത് അന്ന് വരെ ഉണ്ടായിരുന്ന UPA സർക്കാരിന്റെ നയവും അഴിമതിയുമാണ് എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടന്നിരുന്നത് അഴിമതികളാണ്. എല്ലാ ഇടങ്ങളിലും സാധാരണ ജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ വശം ലഭിക്കുന്നതിൽ വീഴ്ച ഉണ്ടായി. പണലഭ്യത ഉറപ്പാക്കുന്നതിൽ, പദ്ധതികളിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിൽ അടക്കം ഉള്ള കാര്യമാണ് വലിയ വീഴ്ച ഉണ്ടായത്. ഈ 1 രൂപയുടെ വിനിമയത്തിന്റെ കാര്യത്തിൽ തന്നെ ഏതാണ്ട് 60 പൈസയിൽ താഴെ മാത്രമാണ് സാധാരണക്കാർക്ക് ലഭിക്കാനായി അല്ലെങ്കിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതെല്ലാം ഓൺലൈൻ മുഖേന, ബാങ്കിംഗ് മുഖേന ആക്കിയതോടുകൂടി ഗുണഭോക്താക്കൾക്കടക്കം വലിയ രീതിയിലുള്ള ഗുണമാണ് ലഭിച്ചു വരുന്നത് എന്ന് ധനമന്ത്രി പറയുകയും ചെയ്യുന്നു. UPA കാലത്ത് ഉണ്ടായതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ടുള്ള വിധത്തിൽ ധനകാര്യ മേഖല വളർന്നിട്ടുണ്ട്. അത് ലോകത്തെ എല്ലാ പ്രതിരോധ ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്ര. ശരി, ധനവിനിയോഗത്തിലും സാമ്പത്തിക നയത്തിലും വിമർശനങ്ങൾക്ക് മറുപടിയായി പ്രതിരോധമായാണ് ധവളപത്രം അത് UPA സർക്കാരിന്റെയും NDA സർക്കാരിന്റെയും പണവിനിയോഗത്തെ താരതമ്യം ചെയ്തിട്ടുള്ള ധവളപത്രം ഇന്ന് പാർലമെന്റിൽ വെച്ചത്. ധനകാര്യമന്ത്രി R. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. PV അൻവറിന്റെ കക്കാടംപൊയിലിലെ പാർക്കിൽ എന്തൊക്കെ പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയതെന്ന് കൂടരഞ്ഞി പഞ്ചായത്തിനോട് ഹൈക്കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. നിബന്ധനകൾ കൃത്യമായി പാലിക്കണമെന്നും പഞ്ചായത്തിനോട് കോടതി നിർദ്ദേശിച്ചു. S. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, പാർക്കിന് ലൈസൻസ് ഇല്ല എന്ന് വിവരാവകാശ രേഖ വരെ കോടതിയിലെത്തിയ ശേഷമാണ് ഇത്തരത്തിൽ അപേക്ഷയിലെ പിഴവുണ്ടായിരുന്നു, അനുമതി നൽകിയില്ല എന്ന് പറഞ്ഞ പഞ്ചായത്ത് വേഗത്തിൽ ഒരു തിടുക്കത്തിൽ ഒരു അനുമതി നൽകുന്ന നടപടിയിലേക്ക് പോകുന്നത്. അവിടെയും കോടതി ചില കാര്യങ്ങൾ വ്യക്തവരുത്താൻ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതി പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഇനി കേസ് പരിഗണനയ്ക്ക് എത്തിയപ്പോൾ തന്നെ കൂടരഞ്ഞി പഞ്ചായത്ത് പറഞ്ഞ കാര്യം ഇത് ലൈസൻസ് ഈ പാർക്കിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് കോടതി ചോദിച്ചത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ലൈസൻസ് നൽകിയത് എന്ന് കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ കൂടരഞ്ഞി പഞ്ചായത്ത് പറഞ്ഞത് അതിലെ ഗാർഡൻ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ലൈസൻസ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊന്നിനും ലൈസൻസ് നൽകിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്ന് കോടതി നിബന്ധനകളോടെ വേണം ഈ ഗാർഡൻ പ്രവർത്തിപ്പിക്കാൻ എന്ന മറുപടിയും നൽകി. പക്ഷേ അതിനുശേഷം ചില കാര്യങ്ങൾ കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. പാർക്കിൽ എന്തൊക്കെ പ്രവർത്തിപ്പിക്കാം ആണ് അനുമതി നൽകിയതെന്ന് സത്യവാങ്മൂലം നൽകണം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് എന്നുകൂടി പറയുന്നുണ്ട് നിലവിലിപ്പോൾ ഹൈക്കോടതി. കൂടരഞ്ഞി പഞ്ചായത്ത് അടുത്തയാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ സത്യവാങ്മൂലം സമർപ്പിക്കണം. അതായത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞത് ഇത്തവണ വരുമ്പോൾ ലൈസൻസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഗാർഡന് വേണ്ടിയാണ്, കുട്ടികളുടെ പാർക്കിലെ ഗാർഡൻ പ്രവർത്തിപ്പിക്കാൻ മാത്രമുള്ള ലൈസൻസ് ആണെന്നും പറയുന്നു. പക്ഷേ കോടതിക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ നൽകിയത്, എന്തിനുള്ള ലൈസൻസ് ആണ് നൽകിയത്, ഇതൊക്കെ വ്യക്തമാക്കി എഴുതി രേഖാമൂലം സത്യവാങ്മൂലം നൽകാനാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി ശ്രീകാന്ത്, ഏതായാലും PV അൻവറിന്റെ പാർക്കിന്റെ കാര്യത്തിൽ ഇപ്പോൾ എങ്ങനെ ലൈസൻസ് ലഭിച്ചു, എന്തൊക്കെ കാര്യങ്ങൾക്ക് ലൈസൻസ് നൽകി എന്നത് കൃത്യമായി അറിയിക്കാനാണ് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്തിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.